ഇന്നലെ ലൈവിൽ ജാസ്മിനെയും ഗബ്രിനെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന് ഗബ്രീൻ്റെ അടുത്ത് നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടണം. പക്ഷേ ആ ഒരു ക്ലാരിറ്റി ഗബ്രി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്ലാരിറ്റി ജാസ്മിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ഗബ്രീനോട് ഭയങ്കര ഒരു ലവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് അങ്ങനെയല്ല. ഗബ്രി തുടക്കം മുതലേ ഗബ്രി എന്താ പറയുക, ഗബ്രി അത്ര ഒരു നോൺ ഫെയിം ആയിട്ടുള്ളൊരു ആളാണ്. പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല, പിന്നെ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ തനിക്കും കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും, ആൾക്കാർ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഗബ്രി ജാസ്മിനായിട്ട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ളത്. പക്ഷേ ജാസ്മിന് എന്താ പറയുക, അതിപ്പോൾ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ജാസ്മിൻ അതൊരു ലവ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ജാസ്മിന് തീരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഗബ്രീൻ്റെ ഈ ഒരു പ്രവർത്തനം. കാരണം ഗബ്രി പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഞാനിതിൽ കിറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കാരണം കിറ്റ് ചെയ്യുക എന്ന് പറയും, പിന്നെ വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഒരു വീക്കിലൊരു 3-4 ദിവസം പിന്നെ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കലായിരിക്കും. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് സേവ് ആവും ചെയ്യാം. കാരണം എപ്പോഴും വീക്കെൻഡിൽ ലാലേട്ടൻ വന്നുപോയ എപ്പിസോഡിലൊക്കെ ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ അപ്പോഴേക്ക് ഡിപ്രഷനാണ്. പിന്നെ ജാസ്മിന് കൺഫെഷൻ റൂമിൽ പോകണം, പിന്നെ ഭയങ്കര മൂടി ആയിട്ടിരിക്കും. അപ്പോൾ ജോലിയൊന്നും എടുക്കണ്ട, കാരണം മറ്റ് കണ്ടസ്റ്റൻസിലെ പോലെ ജോലിയൊന്നും എടുത്ത് നടക്കണ്ട, റൂമിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊക്കെ വെച്ചാൽ ജാസ്മിൻ്റെ ഒരു ഡ്രാമ ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്നൊരു കാര്യം, പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ അവരോട് മാക്സിമം പോയിട്ട് പുറകെ നടന്ന് ചോദിക്കും എന്താണ് പുറത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ അതിൽ സായി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു 3-4 ദിവസം ഭയങ്കര ഡിപ്രഷൻ, എനിക്ക് കിറ്റ് ചെയ്യണം. പക്ഷേ കൺഫെഷൻ റൂമിൽ പോകുമ്പോൾ അതൊന്നും പറയാറില്ല, കിറ്റ് ചെയ്യണമെന്നൊന്നും പറയാറില്ല. പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പിന്നെ അതിൻ്റെ പേരിൽ മൂടിയായിട്ടിരിക്കലും, പിന്നെ ലാലേട്ടൻ വരുമ്പോൾ അഡ്വൈസ് കൊടുക്കലും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ സിജോ വന്നപ്പോഴും ചോദിച്ചു, പക്ഷേ സിജോ പറഞ്ഞു കൊടുത്തിട്ടില്ല. രതീഷിൻ്റെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. രതീഷിന് പക്ഷേ ശക്തമായിട്ടുള്ള വാണിംഗ് കിട്ടിയിട്ടുണ്ട്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ എപ്പോഴും ഞാൻ നോട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജാസ്മിൻ ആ ഒരു 3-4 ദിവസം വീക്കായിരിക്കും, ടാസ്ക്കൊക്കെ ചെയ്യും. പക്ഷേ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ജാസ്മിൻ ചെയ്യാറില്ല. ഇപ്പോൾ ജാസ്മിൻ വിചാരിക്കേണ്ടത്, ജാസ്മിന് മനസ്സിലാവുന്നില്ല. കാരണം ജാസ്മിന് ഗബ്രി യൂസ് ചെയ്യുകയാണ് എന്നുള്ളത് ഒരു ഫെയിമിനും കാര്യത്തിനും വേണ്ടി. കാരണം ഉറപ്പാണ് ജാസ്മിൻ എന്തായാലും ടോപ്പ് 5 വരും, മേ ബി കപ്പ് കൊണ്ടുപോകാനുള്ളൊരു ചാൻസും ഉണ്ട്. കാരണം അങ്ങനെയാണ് ഫേവർ ചെയ്ത് നിർത്തുന്നത്. ഇപ്പം ജാസ്മിനും ജിൻഡോ തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു വാണിംഗ് ഒന്നും ജാസ്മിന് കൊടുത്തിട്ടില്ല. അതേസമയം സിബിനെ കുടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ഫയർ തന്നെയായിരുന്നു സിബിന് നേരെ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ പിന്നെ 2 രീതിയിലാണ് കാണുന്നത് എന്നുള്ളത്. അപ്പം ഗബ്രിക്കറിയാം ജാസ്മിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളത് ഗബ്രിക്കറിയാം. അപ്പോൾ ഗബ്രി കാണുന്നത് ഈ ഒരു പീരീഡിൽ മാത്രം ജാസ്മിനെ സേവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇതാവലുണ്ടാവില്ല. പക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ നല്ല അസ്ഥിക്ക് പിടിച്ചിട്ടുള്ളൊരു പ്രണയമാണ്. ജാസ്മിന് പുറത്ത് കമ്മിറ്റഡ് ആയിരുന്നു, എൻഗേജ്മെൻറ്റ് വരെ എത്തിയൊരു ബന്ധമായിരുന്നു. അപ്പോൾ അതുവരെ ഈ ഒരു ഗബ്രിക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ അതൊരു വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. അത് വിഷമം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വിഷമം ഉണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജാസ്മിൻ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുക. കാരണം ഗബ്രീൻ്റെ ഈ ഒരു പ്രവർത്തികളൊക്കെ കാണുമ്പോൾ, കാരണം ഇനിയും 50 ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ടോപ്പ് 5ഉം ഒരു കപ്പും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പം ഗബ്രീനെ മാത്രം ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ നോക്കാം.